ലക്ഷ്യമിടുന്നത്. ആ നിലയ്ക്ക് ഒരു ആവേശപ്പോരിലേക്ക് ഈ അവസാനം നാളെത്തുമ്പോൾ പി വി അൻവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഒരു ആവേശ പോരാട്ടത്തിലേക്ക്, ഒരു ത്രികോണ മത്സരത്തിന്റെ അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരത്തിന്റെ എല്ലാ ആവേശവും നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഇപ്പോൾ ചന്തക്കുന്നിലേക്ക് അടുക്കുകയാണ്. മഴയാണ്, നല്ല മഴ പെയ്യുന്ന വേളയിലും ഈ പ്രചാരണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആവേശമായി നിലമ്പൂരിനെ ഇളക്കി മറിക്കുന്ന ഒരു റോഡ് ഷോ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പഠാനെ കൂടി അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ പി വി അൻവർ നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് നിലമ്പൂരിലെ ഈ റോഡ് ഷോയുടെ ആകാശ ദൃശ്യങ്ങൾ കാണാം. വലതുഭാഗത്ത് ആൾക്കൂട്ടം എത്രത്തോളം ഉണ്ട് എന്നതും വ്യക്തമായി തന്നെ കാണാം. അഷ്കർ അലി കരിമ്പ പുറമെ നിന്ന് ആളെ ഇറക്കിയതാണ് എന്നൊക്കെ UDF LDF പറയുമെങ്കിലും പി വി അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇത്രയധികം ആളുകളുടെ ഒരു പിന്തുണ അവിടെ കാണിക്കുന്നു. ഒരു മാസ് റോഡ് ഷോയായി ഇത് മാറുകയല്ലേ അഷ്കർ അലി? സുജയ, മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ തന്നെ ഈ പി വി അൻവർ റോഡ് ഷോ മാറി എന്നുള്ള അർത്ഥത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കൊട്ടിക്കലാശത്തെ, ഒരു ശക്തമായ മുന്നണി സംവിധാനമുള്ള ഒരു പാർട്ടിയുടെ കൊട്ടിക്കലാശത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയുള്ള ഒരു റോഡ് ഷോ ആണ് ഇപ്പോൾ പി വി അൻവറിൻ്റെത് എന്ന കാര്യത്തിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായും നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഒരു ഇടത് വലത് ഒരു മുന്നണികളുടെയും പിന്തുണകളില്ലാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നടത്തുന്ന ഒരു റോഡ് ഷോ. ആ റോഡ് ഷോക്ക് ഇത്രയേറെ ആൾബലം അതുവരെ ഇന്നലെ വരെ കേരളത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഇത്രയേറെ പ്രവർത്തകരെയും ഇത്രയും കൊടികളെയും ഏന്തി ആളുകളെ എത്തിച്ചുകൊണ്ട് റോഡ് ഷോ നടത്താൻ പി വി അൻവറിന് സാധിച്ചുവെങ്കിൽ അത് ചില്ലറയായി ഈ ഘട്ടത്തിൽ കാണാൻ കഴിയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാവുക അത് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചായിരിക്കും. കാരണം അവർ കൂട്ടിവെച്ച കണക്കുകൾ, വോട്ടുകളുടെ കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ തന്നെ മാറുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഈ ശക്തി പ്രകടനം മാറുന്നു. ആദ്യഘട്ടത്തിൽ പി വി അൻവർ ചുരുങ്ങിയ വോട്ടുകളാണ് ഇടത് വലത് മുന്നണികൾ പ്രവചിച്ചിരുന്നു. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് പി വി അൻവർ പിടിക്കുമെന്ന് നേതാക്കൾ തന്നെ പറയുന്ന ഇപ്പോൾ ചന്തക്കുന്ന് പിന്നിട്ടോ LDF-ന്റെയും UDF-ന്റെയും ഒക്കെ ക്യാമ്പുകളിൽ ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? കാരണം രണ്ട് മുന്നണിയുടെയും പിന്തുണയില്ലാതെ ഒരു ഒറ്റ കൊമ്പനെ പോലെ ഒരാൾ നടത്തുന്ന ഒരു പോരാട്ടം എന്ന രീതിയിൽ നിലമ്പൂർ ജനത ഇതിനെ കണ്ടാൽ വിധി മറിച്ചാകില്ലേ? സുജയ, ചന്തക്കുന്ന് ജംഗ്ഷനിലേക്കാണ് നിലവിലെത്തുന്നത്. ചന്തക്കുന്ന് ജംഗ്ഷനിലേക്ക് അല്പസമയത്തിന് എത്തുമെന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വലിയ ബാഹുല്യമാണ് ആളുകളുടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പത്തിൽ വാഹനത്തിന് മുന്നോട്ട് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. റോഡ് പൂർണ്ണമായും ബ്ലോക്കായി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ആളുകൾ ഇളക്കി മറിച്ച് ഈ ഒരു നിലമ്പൂരിന്റെ നഗരമധ്യത്തിൽ പ്രകമ്പനം കൊള്ളിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പി വി അൻവർ എത്തി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. 2021 തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അണികളെ അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. യൂസഫ് പത്താൻ പൂർണ്ണമായും വാഹനത്തിന്റെ പുറകിലേക്ക് ഇറങ്ങി നിന്ന് അണികളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു പുതു അനുഭവമായിരിക്കാം യൂസഫ് പത്താനെ സംബന്ധിച്ച് എന്ന് പറയേണ്ടി വരും. യൂസഫ് പത്താൻ ഇങ്ങനെയുള്ള, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ റാലിയിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ കേരളത്തിലേക്ക് എത്തി ഇതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും യൂസഫ് പത്താനും, അല്ലേ? തീർച്ചയായും പി വി അൻവറും എത്തിയിരിക്കുന്നു. പി വി അൻവർ ഇപ്പോൾ പുറകിലേക്ക് എത്തി ആളുകളെ അഭിവാദ്യം ചെയ്യുകയാണ്. തന്റെ റോഡ് ഷോ നടക്കുന്ന വാഹനത്തിന് പിന്നാലെ വരുന്ന അണികളെ അദ്ദേഹം അഭിവാദ്യം ചെയ്തിരിക്കുന്നു. യൂസഫ് പത്താന്റെ കാര്യത്തിൽ നേരത്തെ സുജയ പാർവതി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ മാതൃകയിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം കണ്ടിരിക്കുന്ന യൂസഫ് പത്താന് കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് തൃണമൂലിന്റെ പതാകയുള്ള നിലമ്പൂരിന്റെ മണ്ണിൽ ഈ ഇടുങ്ങിയ വഴികളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോകുമ്പോൾ അത് പുതിയ അനുഭവമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ശക്തമായ മഴ തന്നെയാണ് ഈ മേഖലയിൽ തുടരുന്നത്. മഴയൊക്കെ തന്നെ വകവയ്ക്കാതെയാണ് ഇപ്പോഴും റോഡ് ഷോ മുന്നിലേക്ക് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും വളരെയധികം പുറകിലേക്ക്, അതായത് ഈ റോഡ് ഷോ നടക്കുന്നതിന്റെ വളരെയധികം പുറകിലേക്ക് തന്നെ ആളുകൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ്. വാഹനങ്ങൾ ഇരുപത് വാഹനങ്ങളിലും കാറുകളിലും ഒക്കെ വരികയാണ്. ഇപ്പോൾ പി വി അൻവർ മറ്റു വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ യൂസഫ് പത്താൻ MP തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത് വലിയ ആവേശമായി മാറുകയാണ് നിലമ്പൂരിൽ. അഷ്കർ അലി കരിമ്പ നമുക്ക് പോകേണ്ട. അഷ്കർ അലി കരിമ്പ, റോഡ് ഷോ എവിടെ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണിപ്പോൾ ഈ ഒരു ആവേശം കാണുമ്പോൾ യൂസഫ് പത്താനും പി വി അൻവറും പറയുന്നത്? യൂസഫ് പത്താൻ ഇതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ, അല്ലേ?
സുജയ, അക്കാര്യത്തിലൊരു സംശയമില്ല. യൂസഫ് പത്താനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു പ്രചാരണമാണ് കേരളത്തിലേത്. എല്ലാ കാലത്തും രാഷ്ട്രീയമായി അത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന നാടാണ് കേരളം. ആ കേരളത്തിലേക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്നലെ വരെ കേരളത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയുമായി പി.വി. അൻവർ വന്ന് കളം പിടിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള ഒരു മലയോര മണ്ണിൽ ഇത്രയേറെ തൃണമൂൽ കോൺഗ്രസിന്റെ പതാകകൾ ഉയരുക എന്നത് പക്ഷേ യൂസഫ് പത്താനോ മമതാ ബാനർജിയോ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അത്തരമൊരു സ്ഥലത്താണ് ഇപ്പോൾ ശക്തമായൊരു പ്രകടനമായി ഇപ്പോൾ പി.വി. അൻവറിന്റെ ക്യാമ്പുമായും പി.വി. അൻവറും പ്രകടനമൊക്കെ എത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രചാരപ്പോൾ പി.വി. അൻവർ ജനങ്ങളുമായി സംസാരിക്കുകയാണ്.